ഇല്ലല്ലോ അല്ലേ? പാണ്ടിക്കാട് പേര് ദൂരെ പോകാനൊക്കെ മടി. അതൊരു പോയിൻ്റാണ്. മാരീഡാണോ? അതേലോ. എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ കോഴിക്കോട്. കാലിക്കറ്റ് സിറ്റി ആണില്ലേ? മോർണിംഗ്. ഡസ് നോട്ട് എൻഡ് ഇൻ 5 minutes. വീഡിയോ ഡസ് നോട്ടാണോ ഡോസ് നോട്ടോ? അയ്യോ, നോട്ടിഫിക്കേഷനോ? അമ്പടി പുളിസ് വാളെ പറ്റിക്കാൻ ഇറങ്ങിക്കാലേ. ഞാൻ അടുത്തടി ജസ്റ്റ് ക്രൂയിസിങ്. ഓ ഇസിൻ്റെ ഇറ്റ്. ലോഗൻ ക്രിയേറ്റ്. വേർ ആർ യു ഫ്രം? ആർ യു മലയാളി ഓർ തമിഴാളി ഓർ ഹിന്ദിക്കാരൻ? ഉണ്ടായിരുന്നു ഹസീബ്. നന്നായി, നല്ലതാ. നോമ്പെടുക്കൂ. ഉള്ളിലെ ദുഷ്ടതയൊക്കെ മാറും അങ്ങനെ. ഷക്കീർ മുഹമ്മദോ? ഞാൻ കോഴിക്കോട് നല്ല, ഞാൻ പെരിന്തൽമണ്ണ. ഷക്കീർ മുഹമ്മദിനെ എനിക്കറിയാലോ അല്ലേ? ഞാൻ ഓർക്കുന്നു ഷക്കീർ മുഹമ്മദ്. പക്ഷേ ആഫ്റ്റർ എ ലോങ് ടൈം യു ആർ ബാക്ക് ഇസ് ഇറ്റ്. ഞാൻ കോഴിക്കോട്, ഞാൻ പെരിന്തൽമണ്ണ എന്നിട്ടടി. ഇന്നലെ അതിനാണോ പോയത്? ഇന്നലെ അല്ല, ഞാൻ ഇന്നടുത്ത്. ഞാൻ ഉമ്മച്ചിക്കുട്ടി. ഓ ഐ സി. അപ്പം മലയാളി. ഹേ, സോ യു ആർ ഓൾസോ എ മലയാളി. പെരിന്തൽമണ്ണ കല്യാൺ സിൽക്സ്. ഷക്കീർ എവിടെയായിരുന്നു കുറേ കാലം? ഏത് ഷോപ്പ്? കല്യാൺ സിൽക്സ് എടി. ഈ പിന്നെ വന്നോ? ടോണി ആൻ്റണി ആരാ? ടോണി ആൻ്റണിയാ? എടാ അപ്പച്ചനല്ലേ ഈ നമ്മുടെ പുളിച്ചു. എനിക്ക് വേറെ അക്കൗണ്ടൊക്കെ ഉണ്ടോ? എക്സാംസ് ഒക്കെ. ഓ ഐ സി. ഇപ്പം എന്താ ഓളെല്ലാം സെറ്റായില്ലേ? നോമ്പായപ്പോത്തിന് എവറിത്തിങ് ഫൈൻ. തോമസ് അമ്മടെ പുളിച്ചു. എൻ്റെ ലൈവ് കഴിഞ്ഞാൽ പേര് മാറ്റിയിട്ട് DP മാറ്റിയിട്ട് എന്നിട്ട് രാത്രി ലൈവ് ഇടും. നീ കൊള്ളാലിടെ പെണ്ണെ. ആടി സെയിൽസിലിടി. ഈ ബില്ല് കറക്റ്റ് നോമ്പിൻ്റെ അപ്പോൾ ആടി സെയിൽസ് വെക്കണില്ല. ഞാൻ പൃഥ്വിരാജ് ഉണ്ടാക്കിയിട്ട് പോയതാണ്, പക്ഷെ ഉണ്ടായില്ലാന്നില്ലേ. എല്ലാം നോമ്പും പിടിച്ചോ? യെസ് ഫൈൻ ഡി. എനിക്ക് എക്സാമാണ്. ഐ ആം ഓൾസോ ഇൻ എ സ്ട്രെസ് കണ്ടീഷൻ. ടോണി ആൻ്റണി പറയാൻ. അയ്യോ ഈ പേര് മാറ്റി, തോമസ് മാറ്റി ഇപ്പോൾ ആൻ്റണി ആക്കിയോ. പക്ഷേ ഇതൊന്ന് മെസ്സേജ് ഒന്നും അയച്ച ഹിസ്റ്ററി കാണുന്നില്ലല്ലോ. ഇത് എൻ്റെ വേറെ അക്കൗണ്ടാ? യു ആർ എൻ അറബി. ഓ ഐ ഡോണ്ട് നോ അറബി. എനിക്ക് കുറച്ച് അറിയും. പെരുന്നാളിനെന്താ 3 നേരം ബിരിയാണി കഴിക്കുക, കിടന്നുറങ്ങുക. പിറ്റേന്ന് പിന്നെ കോളേജിൽ പോകും, എക്സാം എഴുതൊക്കെ. എൻ്റെ എക്സാം കഴിഞ്ഞില്ല, എനിക്ക് അടുത്ത മാസമാണ്. നമ്മുടെ ഈ ഒന്നും പറയണ്ട മോനെ. എൻ്റെ ചാനൽ എനിക്കൊന്ന് കാണും. എൻ്റെ ഒരു ഇതിൽ കമൻറ്റ് ഇട്ടോ. അന്നെ എനിക്കൊന്ന് എടുക്കണം രാത്രി. ബാറ്റ്മാൻ അല്ല, എന്താ അവിടെ നിന്ന് ഞാൻ പറയണില്ല. നമ്മുടെ കോഴിക്കള്ള. അപ്പം ഇതൊക്കെയാണ് എൻ്റെ പരിപാടികളിലേ. ഞാനും എനിക്കും മറ്റേതിൽ ലൈവ്. പിന്നെ ഞാൻ എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നത് ഈയാണോന്ന്. ഞാൻ ഹോസ്റ്റലിൽ പോയി നിന്ന് നോക്കി. സ്റ്റഡിയിൽ ബുക്കെല്ലാം നന്നായിട്ട് പഠിക്കരുത്. പക്ഷെ ഭയങ്കര ചൂട്, എനിക്ക് ടോളറേറ്റ് ചെയ്യാനേ പറ്റണില്ല. ഓർക്കും പോലും ശരിയാവണില്ല. സോ ഞാൻ വിട്ടു പോന്ന്. നാളെ അതെ ഒരിക്കൽ പറഞ്ഞു എല്ലാവരും മൂപ്പരെ വിഷ് ചെയ്യാണ് കേട്ടോ. അഹമ്മദ് ബാലിക്കിന് എല്ലാവരും വിഷ് ചെയ്യും. നമ്മൾ വിഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വലിയ നഷ്ടമൊന്നും വരാമല്ലോ. പക്ഷേ അത് കേൾക്കുന്ന ഒരാൾക്ക് ഭയങ്കര സന്തോഷമാവും. ഓക്കെ. അയ്യോ ഞാൻ വേറെ കമൻറ്റായിട്ട് പിൻ ചെയ്ത് സോറി. അപ്പോൾ അത് ആ ഒരു വിഷ് കിട്ടുന്ന ഒരാൾക്ക് അത് ഒരുപാട് സന്തോഷം ഉണ്ടാവും. നമുക്ക് വലിയ ചിലവൊന്നുമില്ലല്ലോ, ജസ്റ്റ് നമ്മൾ പറഞ്ഞാൽ പോരെ. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യണം അഡ്വാൻസ് ആയിട്ട് കേട്ടോ. ഓൻ എപ്പോഴും ലൈവിൽ വന്നതാണ്. ആര്? എല്ലാ സിസ്റ്ററിനും സപ്പോർട്ട് നീ ഒന്നും പണിയണ്ട. നീ ഒന്നും പണിയേ വേണ്ട. ഒക്കെ മനസ്സിലായടാ. ഈ ഒരു കോഴിയാണടാ, കോഴിയപ്പച്ചൻ. നീ ഒന്നും പണിയണ്ട, എനിക്കൊക്കെ മനസ്സിലായി. അപ്സി നോമ്പ് അല്ല കോഴിക്കോട് അതിനൊന്നും അങ്ങോട്ട് ഉണങ്ങി വാടീന് കേട്ടോ. പക്ഷെ ഇപ്പോൾ വലിയ പ്രശ്നമല്ല, വീട്ടിലാവണോണ്ട് വലിയ സീനില്ല. എ സി ഉണ്ടോ? അതെ സത്യം. വീട്ടിൽ പക്ഷേ ഹോസ്റ്റലത്തെ ഫാനും ഒരു ശോകം ഫാനാണ്. പിന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലും കൂടി ആകുമ്പോൾ ഭയങ്കര രാവിലെ എടുത്ത പോലെ. പിന്നെ ഞങ്ങൾ റൂമിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ഒരു ഗ്ലാസ് വിൻഡോ ആണ്. അപ്പോൾ ചൂട് നല്ല ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തങ്ങി നിൽക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യും. പക്ഷെ വീട്ടിലാകുമ്പോൾ AC ഒക്കെ ഇടാമല്ലോ. AC തീറ്റല്ലേ, അതൊരു വ്യത്യാസമാണ്. അതൊരു മെയിൻ വ്യത്യാസമാണ്. ഓക്കെ. അപ്പം ഞാൻ ബാഗ് എടുത്ത് വീട്ടിൽ പോന്ന്. ചിലവ് അപ്പച്ചനൊന്നും പണിയണ്ട. ഈ 2 അക്കൗണ്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ട്രീറ്റ് ഞങ്ങൾക്ക് തരണം. ഹായ് സുന്ദരി. പിന്നെ എന്തൊക്കെയോ എക്സാമിന് പ്രിപ്പയർഡ് ഒന്നും ആയിട്ടില്ല. ഞാൻ ഇതുവരെയും ഒന്നും പഠിച്ചിട്ടില്ല. ഇൻഷാ ഞാൻ നാളെ തൊട്ട് പഠിക്കും. നാളെ തൊട്ട് നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു കുട്ടിയായിട്ട് മാറും.